മച്ചന്മാരെ നമ്മൾ പുഴയുടെ സൈഡിൽ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുകയാണ്. വെള്ളം പുഴയിൽ ശരിക്കും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതുപോലുള്ള സമയങ്ങളിൽ നമ്മൾ പുഴയിലൊക്കെ വന്ന് ചൂണ്ടിടാനായിട്ട്. മഴക്കാലം കൂടിയാണ്. അപ്പം മീനുകൾ ശരിക്കും നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ബെയ്റ്റ് ഒരു കരിമീനോ കുറുവയൊക്കെ എടുത്തുകൊണ്ട് ഓടാം. നമ്മൾ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ചെറിയൊരു ഫ്ലോട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫ്ലോട്ട് നിരീക്ഷിച്ച് നിൽക്കുകയാണ്. എപ്പോഴെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്താം. ആ സെക്കൻഡ് തന്നെ ഹുക്കപ്പ് കൊടുത്തവനെ കരയിൽ എത്തിച്ചോളണം. 1/2 കിലോ 3/4 കിലോ ഉള്ള കരിമീൻ വരെ നിന്ന് കളിക്കുന്ന ഒരു ഏരിയയാണിത്. മച്ചന്മാരെ നമ്മുടെ ബെയ്റ്റ് പോയിരിക്കണം. അപ്പോൾ നമ്മൾ സമയം കളയാണ്ട് തന്നെ അടുത്ത ബെയ്റ്റ് പുറത്തിടാനായിട്ട് പോവാണ്. കാർമേഘം ഇരുണ്ട് കൂടിയിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഇടിച്ചുകുത്തിയൊരു മഴ പ്രതീക്ഷിക്കാം. മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം സേഫാണോ എന്ന് ശരിക്കും ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പാമ്പ് പോലെ അഴച്ചെന്തെങ്കിലും ഇപ്പോഴും മുട്ട പാമ്പിനെ കണ്ടിരുന്നു. എന്ത് പാമ്പൊന്നും പിടുത്തമില്ല. അവൻ പുഴ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് മീൻപിടി തന്നെ മുഴുകി നിൽക്കരുത്. പെരുമ്പാമ്പ് പോലെയുള്ള മീനുകളൊക്കെ ഈ സമയത്താണ് പുഴയിലൂടെ അധിക ദൂരം സഞ്ചരിച്ച് പല പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ബെയ്റ്റ് ഇറക്കിയിട്ടുണ്ട്. വലിയൊരു കുറവയെ കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ മുട്ട കരിമീൻ കയറി അടിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം നമ്മൾ ചൂണ്ടിട്ട് വെയിറ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് ഓടാം. ചെറിയൊരു ഫ്ലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ചെറിയൊരു ഫ്ലോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മീൻ കൊത്തുന്ന ടൈമിൽ തന്നെ അറിയാനായിട്ട് പറ്റും. ഫ്ലോട്ടിൻ്റെ വലുപ്പം വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു മീൻ നമ്മുടെ ബെയ്റ്റ് കൊത്തിക്കൊണ്ട് ഓടാനുള്ള വെയിറ്റിങ്ങിലാണ്. ചെറിയ ഹുക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഷാർപ്പ് ഹുക്കാണ്. അതിൻ്റെ ഇടനാക്കി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര വലിയ മീനാണെങ്കിലും അവൻ രക്ഷയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബെയ്റ്റ് പോയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വീണ്ടും തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീനുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ തവണ ഇല്ല പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇട്ട് കൊടുത്ത് വെയിറ്റിങ്ങിലാണ്. നല്ല പട സൈസ് കരിമീനും കുറുവയും അങ്ങനെയുള്ള മീനുകൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു മുട്ടൻ കരിമീൻ്റെയോ കുറുവയുടെ അടി ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കൊത്ത് കിട്ടിയിരുന്നു. ഇപ്പോൾ ഒരു നല്ലൊരു വലി കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും കൊത്തി വലിക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു മുട്ടൻ മീൻ അടിച്ചു മച്ചന്മാരെ അടിച്ചിരിക്കുകയാണ്. പോയി മിസ് നല്ലൊരു കൊത്ത് കിട്ടിയതായിരുന്നു. പക്ഷേ മിസ്സായിരിക്കുകയാണ് മച്ചന്മാരെ. നമ്മൾ വീണ്ടും ചൂണ്ടിടാനായിട്ട് പോകണം അവിടെ തന്നെ.